നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. ഇവരുടെ കുടുംബത്തിലെ ഓരോ വാർത്തകളും ചർച്ച തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദിയയുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ കുറേ ചർച്ചയായിരുന്നത്. ദിയയും അശ്വിനും ഇവരുടെ കുടുംബത്തിലേക്ക് എത്തിയ പുതിയ അതിഥിയായ ഓമിയും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങ് കവർന്നിരിക്കുകയാണ്. ഇവരുടെ വാർത്തകളും വളരെ പെട്ടെന്ന് എന്തായാലും ചർച്ചയാവുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്നും ചർച്ചാ വിഷയമാണ് നമ്മുടെ ദിയ. കുഞ്ഞിനൊപ്പമുള്ള നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് ഇപ്പോൾ ദിയ ചെയ്യുന്നത്. ദിയയും ഭർത്താവും അശ്വിൻ ഗണേഷും ഒക്കെ. ദിയയുടെ ഡെലിവറി വ്ലോഗ് കേരളമെമ്പാടും ചർച്ചയായ ഒന്ന് തന്നെയായിരുന്നു. ആഗ്രഹിച്ചതുപോലെ ഒരു കുടുംബജീവിതം ലഭിച്ചതിൻ്റെ ആ ഒരു സന്തോഷവും എല്ലാം ജീവിതത്തിൽ അത്രയും ഒരു സന്തോഷം അനുഭവിക്കുന്നതിനെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും എല്ലാം ദിയ എല്ലാ ദിവസവും പങ്കുവയ്ക്കാറുണ്ട്. ഭർത്താവും കുഞ്ഞുമുള്ള കുടുംബജീവിതമായിരുന്നു ദിയയുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. ദിയ ഇന്ന് ഇത്രയും സന്തോഷവതിയായിരിക്കുന്നതിലെ പ്രധാന കാരണവും അശ്വിൻ ഗണേഷ് തന്നെയാണ്. ഇപ്പോൾ ഇതാ പുറത്തു വരുന്നത് ദിയയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വരുന്നത്. പോസ്റ്റ്മോർട്ടം ദിവസങ്ങളെക്കുറിച്ചാണ് ദിയ പുതിയൊരു വീഡിയോയിൽ പറയുന്നത്. ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ ദിവസങ്ങൾ ഒന്ന് ഇരിക്കാൻ വരെ പാടുപെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ചുറ്റിനും എന്നെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് ഡിപ്രഷൻ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നാണ് ദിയ പറയുന്നത്. ദിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: രാത്രിയിൽ ഉറങ്ങാൻ കഴിയാറില്ല. ബേബി ഉറങ്ങുമ്പോഴാണ് എൻ്റെയും ഉറക്കം. ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ എനിക്ക് നല്ല പെയിൻ ആയിരുന്നു. ഇരിക്കാൻ പോലും കഴിയാതെ 6ഓളം സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ശരിയായി. 20 കിലോയോളം കൂടി വെയിറ്റ് വളരെ അധികം കൂടിയിട്ടുണ്ട്. 70 കിലോ വരെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ബേബിക്ക് അത്ര വലിയ വെയിറ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷേ വെയിറ്റ് നല്ലോണം കൂടി. എന്നാൽ ഇപ്പോൾ വെയിറ്റ് കുറയുന്നുണ്ട്. ഡെലിവറി വീഡിയോ മെമ്മറിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണ് ആ വീഡിയോ. അതിൽ വന്ന നെഗറ്റീവ് കമൻസ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പോസിറ്റീവായി എടുത്ത ഒരുപാട് ആളുകളുണ്ട്. ചാനലുകളിൽ വലിയ ചർച്ച വരെ ആയിരുന്നു. ഒരിക്കലും ഇത്രയും ആളുകൾ ഇത്രയും നല്ല രീതിയിൽ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. അയ്യോ, എനിക്കിനി പ്രസവിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. എന്നാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിച്ച എനിക്ക് ഇത് ആകുമെങ്കിൽ പ്രസവിക്കാൻ ഈസി ആയി പോകുന്ന ആളുകളും ഇതോടെ ഉണ്ടായേക്കാം. പക്ഷേ മോൻ വന്നതോടെ അച്ഛൻ്റെ ഡ്യൂട്ടി പക്കയായി രാത്രി ഇടയ്ക്കൊക്കെ വിളിച്ചാൽ ദേഷ്യപ്പെട്ട അശ്വിൻ, പക്ഷേ ഇപ്പോൾ മോൻ വന്നതോടെ അച്ഛൻ്റെ ഡ്യൂട്ടി പക്കയായി ചെയ്യുന്നുണ്ടെന്നാണ് ദിയ പറയുന്നത്. അശ്വിൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ബിസിനസ് ഓടുന്നത്. അത്രയും സപ്പോർട്ടാണ് എനിക്ക് വേണ്ടി അശ്വിൻ ചെയ്യുന്നത്. അത് പറയാതെ വയ്യ. അവനില്ലായിരുന്നുവെങ്കിൽ എൻ്റെ സ്ഥാപനം പൂട്ടിയിടേണ്ടി വന്നേനെ. പിന്നെ നമ്മുടെ ഡ്രൈവർ മനോജ്, അത്രയും ജെന്യുവിനാണ് അദ്ദേഹം. ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ വേണ്ടി അങ്ങനെ ഒന്നും ഞാൻ കഴിക്കുന്നില്ലെന്നും ദിയ പറയുന്നുണ്ട്. മരുന്നുകൾ ഒന്നും എടുക്കുന്നത് ഇഷ്ടമല്ല. ബ്രസ്റ്റ് മിൽക്ക് അത്യാവശ്യം കുഞ്ഞിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ മരുന്നുകൾ എടുക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ലെന്നും ദിയ പറയുന്നു. എൻ്റെ ഈ ഒരു 27 വയസ്സിൻ്റെ ഇടയിൽ ഞാൻ ഇല്ലാതെ ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നത് ഓമിയുടെ വരവോടെയാണ്. നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ഇവൻ മാത്രമല്ലേ? ഈ വീട്ടിലുള്ള ആരുടെ അടുത്താണേലും ഇവന് എൻ്റെ അടുത്ത് വന്നാലേ അവൻ ഹാപ്പി ആകും. നാട്ടുകാർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഭക്ഷണത്തോട് പ്രത്യേകിച്ചും ഒരു ക്രേവിങ്സ് എനിക്കില്ല. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതെന്താണ് എന്ന് പോലും എനിക്കറിയില്ല. ഇനി ഞാൻ വല്ലതും ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ എല്ലാവരും ഉള്ളത് കൊണ്ടാകണം അതെനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അതിന് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നെന്നും ദിയ പറയുന്നുണ്ട്. അതേസമയം കുഞ്ഞിൻ്റെ മുഖം ദിയ ഇതുവരെ ആരാധകരെ കാണിച്ചിട്ടില്ല. എന്നാൽ കുഞ്ഞിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ദിയ പങ്കുവയ്ക്കുന്നുണ്ട്. മാതൃത്വം ആസ്വദിക്കുകയാണ് ദിയ കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ ദിയ ഇപ്പോഴും സജീവമാണ്. തൻ്റെ ഡെലിവറി വ്ലോഗിനെക്കുറിച്ചും അമ്മയായുള്ള ജീവിതത്തെക്കുറിച്ചും ദിയ കൃഷ്ണ വ്ലോഗിൽ പറയുകയുണ്ടായി. ഞാൻ വേറെ ആരുടെയും ഡെലിവറി വീഡിയോ അല്ല ഷൂട്ട് ചെയ്തത്. എൻ്റെ സ്വന്തം വീഡിയോ എന്ന് എൻ്റെ സ്വന്തം ചാനലിലിട്ടു. ആരുടെയും കമൻറ്റുകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ തന്നെ മെമ്മറിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. 10 വർഷം കഴിഞ്ഞ് മകനെ അതെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഒത്തിരി പേർ പോസിറ്റീവ് രീതിയിൽ അതെടുത്തു. ഞാൻ ഞെട്ടിപ്പോയി. സ്ഥിരം കിട്ടുന്നത് പോലെ 1 മില്യൺ 2 മില്യൺ വ്യൂ കിട്ടുമെന്ന മൈൻഡ് സെറ്റിൽ ചെയ്തതാണ്. അത് ഇത്രയും പേർ പോസിറ്റീവായി എടുക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ചാനലുകളിൽ ഗൈനക്കോളജിസ്റ്റുകളെല്ലാം സംസാരിച്ചു. ഞാൻ അത്ര സീരിയസ് ആയി ചെയ്തതല്ല. അതിൽ നന്ദിയുണ്ടെന്നാണ് ദിയ കൃഷ്ണ പറയുന്നത്. ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ പേടിയുള്ള ആളായിരുന്നു ഞാൻ. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് കാണുന്ന ആർക്കും ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പ്രഗ്നൻ്റ് ആകുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഡെലിവറി അല്ല എനിക്ക് പേടി. ഇവരെല്ലാം കൂടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ അലറി വിളിച്ച് അങ്ങ് പ്രസവിക്കും. എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിലൂടെ പോകുന്നത് മാത്രമാണ് തനിക്ക് ഭയമെന്ന് ദിയ പറയുന്നു. അച്ഛനായ ശേഷം അശ്വിനുള്ള മാറ്റങ്ങളെക്കുറിച്ചും ദിയകൃഷ്ണ സംസാരിച്ചു. ബോയ് ഫ്രണ്ട് ആയിരുന്നപ്പോൾ അവൻ എക്സ്ട്രീംലി പാവമായിരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡേ എന്ന് വിളിച്ചാൽ കരയും, അത്ര പാവമായിരുന്നു. ഭർത്താവായപ്പോൾ ഇത്തിരി മൊടയെന്ന് തോന്നുന്നു, പക്ഷെ പാവമാണ്. ഓമിയുടെ ഡാഡി ആയപ്പോൾ അശ്വിൻ ഉറങ്ങിക്കഴിയുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ച് കഴിഞ്ഞാൽ അശ്വിന് ദേഷ്യവും ഇറിറ്റേഷനും വരും. ഇവിടെ വന്ന ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അശ്വിന് ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ, എണീക്കാൻ പറ്റുന്നില്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ. പിന്നെ അശ്വിൻ ഡാഡ് ഫേസിനകത്തേക്ക് കയറി. കാരണം അത് ചെയ്തേ പറ്റൂ എന്ന് മനസ്സിലായി. ഞാൻ സ്റ്റിച്ചും നടുവേദനയും വെച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഡയപ്പർ മാറ്റുന്നത് അശ്വിൻ ഉറക്കമെണീറ്റപ്പോൾ കണ്ടു. അത് കണ്ടപ്പോൾ സിമ്പതി തോന്നി. ഇപ്പോൾ അശ്വിൻ നല്ല അച്ഛനാണ്. ഫ്ലാറ്റിലേക്ക് മാറുമ്പോൾ അറിയാം. അവിടെ ഞാൻ ചട്ടിയും കലവും തലയ്ക്ക് എറിയേണ്ടി വരും.
വേറൊരു കാര്യം എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ, അശ്വിൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ OBOC ബിസിനസ് ഓടുന്നത്. അതേസമയം തന്നെ സിന്ധുവിൻ്റെ വീഡിയോയും വൈറലായി മാറുന്നുണ്ട്. വീട്ടിൽ രണ്ടിൽ കൂടുതൽ മക്കളുള്ളത് നല്ലതാണെന്നാണ് സിന്ധു കൃഷ്ണ തൻ്റെ വീഡിയോയിൽ പറയുന്നത്. പുതിയ വ്ളോഗിൽ സംസാരിക്കുകയായിരുന്നു താരപത്നി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഉടനെ ഒരു കുഞ്ഞ് വേണമെന്ന് പ്ലാൻ ഇല്ലായിരുന്നു. നമ്മുടെ പ്ലാൻ ഒന്നും നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പ്ലാൻ മറ്റൊന്നുമാണല്ലോ. അങ്ങനെ അമ്മു ജനിച്ചു. അമ്മു വന്ന ശേഷം രണ്ടാമത്തെ കുട്ടി ഉടനെ വേണമെന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. ആദ്യത്തെ കുട്ടിക്ക് 1.5 വയസ്സാകുമ്പോൾ രണ്ടാമത് ഗർഭിണിയാവുകയാണെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് 2.5 വയസ്സാകുമ്പോൾ രണ്ടാമത്തെ കുട്ടി ജനിക്കും. മൂത്ത കുട്ടി പ്ലേ സ്കൂളിലൊന്നും പോകുന്ന പ്രായവുമല്ല. അതുകൊണ്ട് നമുക്ക് വളരെ റിലാക്സേഷനാണ് ആ സമയം. അല്ലാതെ മൂത്ത കുട്ടി സ്കൂളിൽ പോകുന്ന പ്രായമാണെങ്കിൽ അമ്മമാർക്ക് പ്രസവം കഴിഞ്ഞ് വിശ്രമിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഇഷാനി പിറന്ന സമയത്ത് അമ്മ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കൊണ്ട് അവളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമായിരുന്നു. അമ്മുവും മോസിയും മാത്രമുള്ള സമയത്ത് അവർ രണ്ടുപേരെയും അപ്പച്ചിയെയും എന്നെയും കൊണ്ട് കിച്ചു എല്ലായിടത്തും കറങ്ങാൻ പോകുമായിരുന്നു. വലിയ ഗ്യാപ്പില്ലാതെ കുട്ടികളുണ്ടായാൽ കുറച്ചുകൂടി എളുപ്പമാണ്. അമ്മുവും ഫാൻസികയും തമ്മിൽ 10 വയസ്സ് വ്യത്യാസമുണ്ട്. അതൊരു രസമാണ്. 4 മക്കളുള്ളത് നല്ലതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഓവർ പാമ്പേർഡ് അല്ല, സ്വന്തം കാര്യം നോക്കാൻ അറിയാം, ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ട്. എല്ലാവരെയും അറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നത് അമ്മുവാണെന്നും സിന്ധു പറഞ്ഞു. കൃഷ്ണകുമാറും സിന്ധുവും സംസാരിച്ചുകൊണ്ടിരിക്കെ ആ ഫ്രെയിമിലേക്ക് ന്യൂ മോമായ ദിയയും കടന്നു വന്നു. ഡെലിവറി അല്ല തനിക്ക് പേടിയെന്നും ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്കിപ്പായി കിട്ടുകയാണ് വേണ്ടതെന്നും ഡെലിവറിയേക്കാൾ തനിക്ക് പ്രശ്നമായത് അതാണെന്നും ദിയ പറഞ്ഞു. ഓമിക്ക് കൂട്ട് വേണ്ടേ എന്ന് ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് സിന്ധു ദിയയോട് ചോദിച്ചപ്പോൾ രസകരമായ മറുപടിയാണ് ദിയ പറഞ്ഞത്. ഒരെണ്ണം ഓക്കെയാണ്, 2, 3, 5 ഒന്നും വേണ്ടെന്ന് ദിയ പറഞ്ഞു. നമുക്ക് അവിടെ ഒരു ഓസിയും ഇഷാനിയും ഒക്കെ വേണ്ടേ എന്നായിരുന്നു സിന്ധുവിൻ്റെ അടുത്ത ചോദ്യം. ഈ വീട്ടിൽ ലോഡ് കണക്കിന് ആളുകളില്ലേ, എല്ലാവരോടും പ്രസവിച്ച് കൂട്ടാൻ പറ. ഓമിക്ക് അതും ഒരു കൂട്ടാണല്ലോ എന്നായിരുന്നു അതിന് ദിയ നൽകിയ മറുപടി. നമുക്കൊരു പഞ്ചായത്ത് സൃഷ്ടിക്കാമെന്ന് സിന്ധുവും പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റായി അമ്മയ്ക്ക് കയറി ഇരിക്കാമെന്ന് ഓസിയും കൂട്ടിച്ചേർത്തു. എന്നെയും അമ്മയെയുമാണ് ഓമിക്ക് ഏറ്റവും നന്നായി അറിയാവുന്നത്. സൗണ്ട് വരെ അവന് പരിചിതമായി തുടങ്ങിയെന്നും ദിയ പറയുന്നുണ്ട്. ജൂലൈ ആദ്യവാരത്തിലാണ് ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു അശ്വിൻ്റെയും ദിയയുടെയും വിവാഹം. നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് ദിയ നൽകിയിരിക്കുന്ന പേര്. ഇനി കൃഷ്ണകുമാർ കുടുംബത്തിൽ വിവാഹിതയാകാൻ പോകുന്നത് അഹാനയാണ്. കഴിഞ്ഞ ദിവസവും കൃഷ്ണകുമാർ പുതിയ വീഡിയോ പങ്കിട്ടിരുന്നു. ദിയ നടത്തുന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഈ വീഡിയോയിൽ കൃഷ്ണകുമാർ പങ്കുവയ്ക്കുന്നുണ്ട്. വീഡിയോയിൽ ദിയയും സിന്ധുവും ഒപ്പമുണ്ട്. ചിലർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അമിതമായി ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൃഷ്ണകുമാർ പറയുന്നത്. ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും സിൻസിയറായി ജോലി ചെയ്യണമെന്ന് കൃഷ്ണകുമാർ പറയുമ്പോഴാണ് ദിയ ഈ വിഷയം എടുത്തിരുന്നത്. തൻ്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ QR കോഡ് വഴി നടത്തിയ സാമ്പത്തിക തിരിമറിയെക്കുറിച്ചാണ് ദിയ പരാമർശിക്കുന്നത്. 3 പേരുടെ സിൻസിയാരിറ്റി കണ്ടതിൻ്റെ ക്ഷീണം ജീവിതത്തിൽ ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് തമാശയെ ദിയ പറയുന്നുണ്ട്. എൻ്റെ വയറ്റിൽ കിടന്ന കൊച്ചിന് പോലും ആ സിൻസിയാരിറ്റിയുടെ ക്ഷീണം മാറിയിട്ടില്ലെന്നാണ് ദിയ പറയുന്നത്. അവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇതായിരിക്കും: 3 ആൻറ്റിമാർ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ എന്നായിരിക്കും. ഈ സംഭാഷണത്തിനിടെയാണ് കൃഷ്ണകുമാർ കേസിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ പറയുന്നത്. കൃഷ്ണകുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അവരുടെ കാര്യം എന്തായി, കേസ് എന്തായി എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. നേരത്തെ ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്ന് അവർ ഒളിവിൽ പോയി. ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിൽ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു. ഞങ്ങളും വെയിറ്റ് ചെയ്യുകയാണ്. കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് എപ്പോഴാണ് വരുന്നതെന്നും എങ്ങനെയാണ് വരുന്നതെന്നും എത്രയാണ് വരുന്നതെന്നും നമുക്കറിയില്ല. ഇതൊക്കെ ഒരു പാഠമാണ് പലർക്കും. കാരണം സ്വാതന്ത്ര്യം എന്നൊരു കാര്യമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ പോകാൻ പറ്റണം. എന്നാൽ അവരുടെ അവസ്ഥ ആലോചിക്കുക. ഒരിടത്തും ഇറങ്ങി നടക്കാൻ വയ്യ, ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥ. അവിടെയാണ് സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ ഓർക്കുക, ഇന്ന് നമുക്ക് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന പല സൗഭാഗ്യങ്ങളും ഇല്ലാതാവും. ഒരു ഉദാഹരണമാണ് സ്വാതന്ത്ര്യം. ചെറിയ നിമിഷത്തിൽ നമുക്ക് പലതും തോന്നും. അത് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യുക. ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത കാര്യമാണ് സ്വാതന്ത്ര്യം. പൈസ ഇല്ലെങ്കിൽ പോലും സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ സമാധാനമുണ്ടാകും. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരിടത്ത് പോയി ഒരാളെ കണ്ട് ജോലി തരുമോ എന്ന് ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അവർക്ക്. നമുക്ക് ഉള്ള സ്വാതന്ത്ര്യം വലിയ സൗഭാഗ്യമാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.